ഹലോ. അപ്പം ഇത് നമ്മുടെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കോഴ്സിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ക്ലാസ്സാണ്, ഫസ്റ്റ് ക്ലാസ്സാണ് നമ്മുടെ. ഇതിൽ നമ്മൾ ബേസിക്കായിട്ട് ഒരു ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സൊക്കെയാണ് ഈ ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് തന്നെ ക്ലാസ്സുകൾ തുടങ്ങാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ കൺവേർട്ട് ചെയ്യണം, ഇംഗ്ലീഷ് ആക്കണം എന്നുണ്ടെങ്കിൽ പറയണം. ഞാനിപ്പോൾ ഒരു ജനറൽ മീഡിയം എന്നുള്ള രീതിയിലാണ് മലയാളത്തിൽ പറയണത്. നിങ്ങൾ ഡയറക്റ്റ് കാണാത്തതും കൊണ്ട് ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മീഡിയം കൺവേർട്ട് ചെയ്യണമെങ്കിൽ, ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ ഫോർ ദ ടൈം ബീയിങ് വി വിൽ ബി ടേക്കിംഗ് ദ ക്ലാസ്സസ് ഇൻ ദി മലയാളം മീഡിയം. ഓക്കെ, അപ്പം കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, എല്ലാവർക്കും കമ്പ്യൂട്ടർ എന്താണെന്നറിയാം. നിങ്ങൾ ഒരുപാട് കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് യൂസ് ചെയ്യുന്നവരാണ്. നമ്മളിപ്പം ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ ഒരുപാട് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഡിവൈസ് പോലും, അല്ലെങ്കിൽ അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് പോലും നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബേസിക്കലി വാട്ട് ഈസ് എ തിങ് ബിഹൈൻഡ് ദീസ് ഡിവൈസസ്, ദി ഫങ്ഷനിങ് ഓഫ് ദി ഡിവൈസസ്, ഇത് ആണ് നമ്മൾ ഈ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കോഴ്സിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടോപ്പിക്കിലേക്ക് ഞാൻ പോകുന്നില്ല. ഫസ്റ്റ് ടോപ്പിക്കിൽ തന്നെ നമുക്ക് കുറച്ചൊക്കെ പറയാനുണ്ട്. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു സെഷനാണ് ഇത്. അപ്പോൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് അബൌട്ട് ദി ഫങ്ഷനിങ് ഓഫ് ദി units that are installed inside the device. ഓക്കെ, ഒരു ഫങ്ഷണൽ ആസ്പെക്റ്റിൽ ഹൗ ദി സിസ്റ്റം വർക്ക്സ് എന്നുള്ളതാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ എന്താ പറയുക. അപ്പം കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നത് ഡീൽസ് വിത്ത് ദി ഇൻറ്റേർണൽ ഹാർഡ്വെയർ ഓപ്പറേഷൻ. ഇതിൻ്റെ ഉള്ളിൽ, ഡിവൈസിൻ്റെ ഉള്ളിൽ ഒരുപാട് ഒരുപാട് ഫങ്ഷണൽ യൂണിറ്റ്സ് ഇരിക്കുന്നുണ്ടല്ലേ, നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ നമ്മൾ ഒരു വലിയൊരു മഷീൻ എന്ന് പറയുന്ന ഒരു എൻറ്റയർ റൂം ഫില്ല് ചെയ്തുകൊണ്ടിരുന്ന വലിയൊരു കമ്പ്യൂട്ടിംഗ് മഷീൻ എന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ചെറിയ ലാപ്ടോപ്പുകളും ടാബുകളും ഒക്കെ ആയിട്ട് വന്നത്. അപ്പം അന്നത്തെ ഒരു കാഴ്ചപ്പാടിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് വലിയൊരു മെഷീൻ തന്നെയായിരുന്നു. ഓക്കെ, അതിനകത്ത് ഓപ്പറേഷൻസ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1-2 ദിവസമൊക്കെ കാത്തിരിക്കേണ്ടി വന്ന പോലത്തെ ഒരു സിറ്റുവേഷനായിരുന്നു അന്ന്. അതേപോലെ അത് അത്രയും വലിയൊരു ഡിവൈസ് വർക്ക് ചെയ്യുമ്പം അതിൻ്റെ അന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജി, അതെങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര കൺസേൺ ഉള്ളൊരു സാധനമായിരുന്നു അന്നൊരു കമ്പ്യൂട്ടിംഗ് ഡിവൈസ്. അപ്പോൾ അന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് വാക്യൂം ട്യൂബ്സ് പറയുന്ന ഒരു അത്യാവശ്യം വലിയ ഒരു ഫങ്ഷണൽ യൂണിറ്റാണ് നമ്മൾ അന്ന് സ്റ്റോറേജിനും ഒക്കെ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഫങ്ഷണൽ യൂണിറ്റ്സിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് വന്ന് വാക്യൂം ട്യൂബ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ ട്രാൻസിസ്റ്റേഴ്സായി. പിന്നെ ട്രാൻസിസ്റ്റേഴ്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ചിപ്പുകളുണ്ടാക്കി. അപ്പോൾ ഈ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്, അതായത് കമ്പൈനിങ്, ബേസിക്കലി ഇൻറ്റഗ്രേഷൻ ഇസ് കമ്പൈനിങ്. അപ്പോൾ ആ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന ലെവല് ഒരു ഗ്രേഡിൻ്റെ അപ്പുറത്തേക്ക് പോയി. അത് സ്മോൾ സ്കെയിൽ ഇൻറ്റഗ്രേഷൻ നിന്ന് ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേഷനിലേക്ക് വന്നു. അവിടുന്ന് വെരി ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേഷനിലേക്ക് വന്നു. പിന്നെ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് മാറി നമ്മൾ പ്രോസസ്സിങ് ലെവലിൽ ഇൻഫർമേഷൻ ആൻഡ് നോളജ് പ്രോസസ്സിങ്, ഇപ്പോൾ നമ്മൾ AI ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതേപോലത്തെ ലെവലിലേക്ക് നമ്മൾ മൊത്തം പ്രോസസ്സിങ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാറിക്കഴിയുമ്പോഴത്തേക്കും എന്തായിരുന്നു ബേസിക്കലി ഹാപ്പനിങ് ഇൻസൈഡ് ദിസ് മഷീൻ എന്നുള്ളതാണ് നമ്മൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ പറയാം. അപ്പം ഡീൽസ് വിത്ത് ദി ഇൻറ്റേർണൽ ഹാർഡ്വെയർ ഓപ്പറേഷൻ. ഇതേപോലെ തന്നെ ഈ ഓപ്പറേഷൻ നടക്കണമെങ്കിൽ ഇൻറ്റേർണൽ ഹാർഡ്വെയർ ഓപ്പറേഷൻ എന്ന് പറയുന്നില്ല. ഈ ഹാർഡ്വെയർ എന്ന് പറയുന്നതിനെ വി ഹാവ് ടു അറേഞ്ച് ദി ഹാർഡ്വെയർ ഇൻ സം മാനർ. ഒരു ബിൽഡിങ്ങിലെ റൂംസ് നമ്മൾ അറേഞ്ച് ചെയ്യണത് എങ്ങനെയാണ്? ആക്സസിബിലിറ്റി എന്നുള്ള മാതിരിയാണ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു ഏരിയയും കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ആർക്കിടെക്ചറിൽ അറേഞ്ച് ചെയ്ത് വെച്ച ഒരു
ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ കൂടെയുള്ള ഹാർഡ്വെയറിലാണ് പണികൾ നടക്കുന്നത്. അപ്പം ഹാർഡ്വെയർ എന്ന് പറയുന്നത് എന്താണ് ഇത് എന്നുള്ളതാണ്. എന്താണ് ഈ ഡിവൈസ്? അപ്പോൾ ആ എന്താണെന്നുള്ളതിൽ അതിൻ്റെ അകത്ത് ഏത് രീതിയിലാണ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചത്, ഈ വർക്ക് ചെയ്യാനുള്ള യൂണിറ്റ്സിന് അല്ലെങ്കിൽ ഹാർഡ്വെയർസിന് അല്ലെങ്കിൽ ഫങ്ഷണൽ എലമെൻസിന് എങ്ങനെയാണ്, ഇൻ വാട്ട് മാനർ ദീസ് തിങ്സ് ആർ അറേഞ്ച്ഡ് എന്നുള്ളതാണ് ആർക്കിടെക്ചർ. ആ ആർക്കിടെക്ചറിൻ്റെ അകത്ത് എങ്ങനെ, ഹൗ ദി ഫങ്ഷണൽ യൂണിറ്റ്സ് ആർ വർക്കിംഗ് എന്നുള്ളതാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുള്ള യൂണിറ്റ്സ് വർക്ക് ചെയ്യണത്, സോ ദാറ്റ് വി ക്യാൻ ഗെറ്റ് ദി ഡിസൈഡ് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ പല രീതിയിലും പല സൈറ്റുകളിൽ നിന്നും പല റെഫറൻസിൽ നിന്നും കിട്ടും. ഓക്കെ, അപ്പം മാക്സിമം റെഫറൻസസ് കൂട്ടുക, മാക്സിമം ഡാറ്റാസ് കളക്ട് ചെയ്യുക, ഇതൊക്കെയാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത് കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ സിലബസിൽ പറയുന്നതിനേക്കാളും ഒരുപാട് സ്റ്റെപ്പ് മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നതിന് നമുക്ക് ഈ സിലബസ് വൈസ് കരിക്കുലം വൈസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. സോ വി ആർ സ്റ്റാർട്ടിങ് ഫ്രം ദി ബിഗിനിങ്. ഓക്കെ, ഇനി ഫങ്ഷണൽ യൂണിറ്റ്സ്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഈ പടം ചെറിയ ക്ലാസ്സുകളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും, കണ്ടിട്ടൊക്കെ ഉണ്ടാവും ഈ പടം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം, ബേസിക് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ നോക്ക്, നിങ്ങൾക്കൊരു ഇൻപുട്ടുണ്ട്, ഒരു ഔട്ട്പുട്ടുണ്ട്. അപ്പോൾ ഈ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് കൊടുക്കുന്നതിനെ നമ്മൾ ചേഞ്ച് ചെയ്യണമല്ലോ. ആ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കിവിടെ CPU എന്ന് പറഞ്ഞ ഒരാളുള്ളത്. CPU എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ടിൽ നിന്ന് വരുന്ന എന്തൊക്കെയോ കാര്യങ്ങളെ ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ത് ചെയ്യും, പ്രോസസ്സ് ചെയ്ത് അതിനെ നമുക്ക് വേണ്ട ഒരു ഔട്ട്പുട്ടായിട്ട് തരും. ഓക്കെ, അപ്പം ഒരു സിസ്റ്റം, നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുകയാണ് അല്ലേ. അപ്പോൾ ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, വാട്ട് ഈസ് എ സിസ്റ്റം? ബേസിക്കലി എ സിസ്റ്റം ഇസ് സംതിങ് ദാറ്റ് ടേക്സ് some inputs or some raw materials and it processes or it manipulates the taken data or the raw things and it converts it to a desired form. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഇൻടേക്ക് ഉണ്ട്, അതേപോലൊരു ഔട്ട്പുട്ടും ഉണ്ട്. പക്ഷേ ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണോ കൊടുത്തത് അതേ സെയിം ഔട്ട്പുട്ടല്ല കിട്ടുന്നത്, അതിനെ മോഡിഫൈ ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ മാറ്റിയിട്ടാണ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കാൽക്കുലേറ്റർ ആണെങ്കിൽ നിങ്ങൾ 1ഉം 2ഉം ഒരു പ്ലസ് സൈനും കൊടുത്താൽ എന്താണ് അവിടെ നിങ്ങൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം ഒരു പ്ലസ് സൈനുമാണ് അല്ലേ. അപ്പോൾ ആ കൊടുത്ത ഇൻപുട്ടിനെ എന്ത് ചെയ്തു, 1നെയും 2നെയും ഒരേ ടൈപ്പ് സാധനമാക്കി, പ്ലസ് എന്ന് പറയുന്നതിനൊരു ഓപ്പറേഷനാക്കി, എന്നിട്ട് ഈ 2 ഡാറ്റേനെ ഈ ഓപ്പറേഷൻ വെച്ച് പ്രോസസ്സ് ചെയ്ത് നമുക്ക് 3 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടി അല്ലേ. അപ്പോൾ ഇതേപോലെ ഇൻപുട്ട് എടുത്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് ഒരു ഡിസൈഡ് ഔട്ട്പുട്ട് ആക്കി തരാൻ പറ്റുന്ന സിറ്റുവേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുക. ആ സിസ്റ്റത്തിനകത്ത് നിങ്ങളിപ്പോൾ ഒരു റെസ്പിറേറ്ററി സിസ്റ്റം എടുത്ത് നോക്കൂ, അതിലും എന്താ ചെയ്യണത്, റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാലും ഇറ്റ് ഇസ് എ സിസ്റ്റം അല്ലേ. അതിൽ നമ്മൾ ഓക്സിജൻ എടുക്കുന്നു, നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു. ആ ബ്രീത്ത് ചെയ്യുന്നതിന് ലങ്സ് എന്ന് പറയുന്ന പ്രോസസ്സിങ് യൂണിറ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേണ്ട ബാക്കി എല്ലാ പാർട്ടിക്കിൾസിനെയും അല്ലെങ്കിൽ ബാക്കി എല്ലാ കോമ്പണൻസിനെയും ഒഴിവാക്കി ഓക്സിജൻ എന്ന് പറയുന്നതിനെ പ്രോസസ്സ് ചെയ്യുന്നു, ഓക്സിജനെ ബോഡിയിലേക്ക് മുഴുവൻ കൊടുക്കുന്നു. അപ്പോൾ ബോഡി റിവൈവായി നിൽക്കുന്നു അല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് എന്താ, ബോഡി റിവൈവായി നിൽക്കുന്നു. അതേപോലെയാണ് എല്ലാ സിസ്റ്റത്തിൻ്റെയും സ്ട്രക്ചർ നിങ്ങൾ ബേസിക്കലി എടുത്ത് നോക്കിയാൽ ഇതുപോലെ ഉണ്ടാവും. അതിനൊരു ഇൻപുട്ട് ഉണ്ടാവും, ആ ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്യുന്നൊരു സെക്ഷൻ ഉണ്ടാവും, പ്രോസസ്സ് ചെയ്തിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവും. ഇനി നമ്മൾ ഇപ്പം കണ്ട ആ ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രത്തിൽ നിന്നുള്ള ഓരോരോ യൂണിറ്റ്സിനെ എടുത്തിട്ട് സെപ്പറേറ്റ് നോക്കുകയാണ്.
ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ഡാറ്റ വേണം, റോ ഡാറ്റ വേണം അല്ലേ, പ്രോസസ്സ് ചെയ്യാനുള്ള റോ ഡാറ്റ വേണം. ഈ റോ ഡാറ്റ നമുക്ക് സിസ്റ്റത്തിലേക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് യൂണിറ്റ്സ് വേണം. ഓക്കെ. ആ യൂണിറ്റ്സ്, അതായത് ഡാറ്റ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന യൂണിറ്റ്സാണ് ആര്, ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഇൻപുട്ട് യൂണിറ്റിൻ്റെ ഡ്യൂട്ടി എന്താ, ഇറ്റ് ആക്സെപ്റ്റ്സ് ഇൻപുട്ട് ഇൻ ടു ദി സിസ്റ്റം. ഓക്കെ. അപ്പം ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യാന്ന് പറയുമ്പം പല രീതിയിലുള്ള ഇൻപുട്ട് ഉണ്ടാവും അല്ലേ. നമ്മൾ ഇംഗ്ലീഷിൽ കൊടുക്കുന്ന ഇൻപുട്ട് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ മലയാളത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മലയാളത്തിൽ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, മലയാളത്തിൽ പറയുന്നുണ്ട്, ഇംഗ്ലീഷിൽ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, നിങ്ങൾ ഇമേജ് കൊടുക്കുന്നുണ്ട്, അതിനെ ടെക്സ്റ്റ് ആക്കിയിട്ട് തരുന്നു, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന് നമുക്ക് കിട്ടുന്ന ഈ ഇൻപുട്ടിന് എന്ത് ചെയ്യണം, സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ വേറൊരു സിനാരിയോ ആണുള്ളത്. നിങ്ങൾ പറയുന്ന ഇംഗ്ലീഷ് എന്ന് പറയുന്നതിനെ, അതല്ലെങ്കിൽ നിങ്ങളൊരു ടൈപ്പ് ചെയ്യുന്ന എ എന്ന് പറയുന്നൊരു ലെറ്ററിനെ, ഈ ലെറ്ററിനെ എ ആയിട്ടല്ല സിസ്റ്റം എടുക്കണത്. ഓക്കെ. അപ്പം അവിടെ നമ്മൾ വേറൊരു മീഡിയേറ്റർ വെക്കണം. സിസ്റ്റത്തിന് എ എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല. ഓക്കെ. അവിടെയാണ് നിങ്ങൾ എന്ത് പറയുക, ലാംഗ്വേജ് എന്ന് പറയുന്നത് മാറിപ്പോണത്. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു ഹയർ ലെവൽ ഓഫ് ലാംഗ്വേജ് കൺസെപ്റ്റാണ് എ എന്ന് പറയുന്ന ഒരു ലെറ്റർ. ഓക്കെ. മെഷീനിൽ എന്താ നമ്മൾ യൂസ് ചെയ്യണത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എന്താ, കമ്പ്യൂട്ടർ സിസ്റ്റം ഇറ്റ് ഇസ് എ മെഷീൻ അല്ലേ, ബേസിക്കലി ഇറ്റ് ഇസ് എ മെഷീൻ. അപ്പോൾ ഈ മെഷീനിൽ നമ്മൾ എന്താ യൂസ് ചെയ്യണം, അതിനറിയുന്ന കുറേ ഭാഷ ഉണ്ട്, അതിന് എ വായിക്കാൻ അറിയില്ല. അപ്പോൾ അതിനെ എ എന്ന് മനസ്സിലാവണമെങ്കിൽ എ എന്ന് പറയുന്നതിന് ഒരു മെഷീൻ റീഡബിൾ അല്ലെങ്കിൽ മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോർമാറ്റിലാണ് മാറ്റണം. അതിനെയാണ് നിങ്ങൾ എന്ത് പറഞ്ഞത്, മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞത്. ഈ മെഷീൻ ലാംഗ്വേജ് എങ്ങനെയാണുള്ളത്, സീറോസ് ആൻഡ് വൺസിലല്ലേ. നിങ്ങൾക്ക് അറിയില്ല, കുറേ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്, അസംബ്ലി ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ബേസ് എന്ന് വരുന്നവർക്ക് അറിയുണ്ടാവും. ഇനി അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ 0 and 1. എന്താ വെച്ചാൽ സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മൾ മുഴുവൻ ഓപ്പറേഷനും ചെയ്യുന്നത് കറണ്ട് വെച്ചിട്ടാണ്, പവർ സപ്ലൈ അല്ലേ. പവർ സപ്ലൈ എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താ ഉള്ളത്, ഓൺ ഓഫ് എന്ന് പറയുന്ന പൊസിഷൻസാണ് ഉള്ളത്. ഈ ഓൺ ഓഫിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്, സീറോസ് ആൻഡ് വൺസിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആക്കിയിട്ട്, അതായത് ഇത്ര നമ്പർ ഓഫ് സീറോസ്, ഇത്ര നമ്പർ ഓഫ് വൺസ്, ഇത്ര നമ്പർ, ഇപ്പോൾ 8 ബിറ്റ് സീറോസ് 8 ബിറ്റ് 1 എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ബിറ്റ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ 8 ബിറ്റ് വെച്ചിട്ട് നമുക്ക് എനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബിയിനെയും ഇതുപോലെ 8 ബിറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. അങ്ങനെ നമുക്ക് അത്രയും കോമ്പിനേഷൻസ് ഓഫ് ലെറ്റേഴ്സിന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് വേണം, എന്ന് നമ്മൾ കൊടുത്താൽ, ഇൻപുട്ടിൽ എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് വരണം, ഈ എനെ സിസ്റ്റം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റത്തിന് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് മെഷീൻ റീഡബിൾ, മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലേക്ക് മാറ്റണം. അപ്പം നമ്മൾ ഈ മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോം എന്ന് പറയുന്നത് സീറോസ് ആൻഡ് വൺസ് ആയിട്ടാണ് പറയുന്നത്. സീറോസ് ആൻഡ് വൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈനറി ഫോം എന്ന് പറയുന്നത്. ഓക്കെ. ബൈ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടെണ്ണത്തിൻ്റെ ഇടയിലല്ലേ ബൈ ഇടുന്നത്. അപ്പോൾ 0 and 1 രണ്ടെണ്ണം. ഓക്കെ. ബൈനറി 0 or 1, ഓൺ ഓഫ്, ഹൈ ലോ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് പോണത്. അപ്പോൾ 0 എന്ന് പറയുന്നത് ലോയും ഹൈ എന്ന് പറയുന്നത് 1ഉം ആയിട്ട് നിൽക്കും. അപ്പം നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്ന യൂണിറ്റ് പുറത്തുനിന്ന് ഡാറ്റ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. ഈ പറയുന്ന ഇൻപുട്ട് യൂണിറ്റ് കൂടെ വരുന്ന ഡാറ്റ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അവിടെയുള്ള ബാക്കി യൂണിറ്റ്സിന് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം, ഇന്ന ഡാറ്റയാണ് വന്നതെന്ന് മനസ്സിലാവണമെങ്കിൽ അതിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് മനസ്സിലാവുന്ന ഭാഷയാണ് എന്ത്, ബൈനറി ലാംഗ്വേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റ് ഡാറ്റേനെ ആക്സെപ്റ്റ് ചെയ്തു, ആ ഡാറ്റേനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ. അത് നമ്മൾ കൺവേർട്ടിങ്ങിന് വേറെ കുറേ ഫങ്ഷണൽ യൂണിറ്റ്സ് അത് വേറെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇൻപുട്ട് യൂണിറ്റ്സിൻ്റെ എക്സാമ്പിൾസൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും. മെയിനായിട്ട് നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്നത് കീബോർഡാണല്ലേ. പിന്നെ ഉള്ളത് മൗസ്.
കീബോർഡും മൗസാണ് നമ്മൾ കാര്യമായിട്ട് യൂസ് ചെയ്യുക. പിന്നെ സ്കാനേഴ്സ് ഉണ്ട്. ഇതും നമ്മളിപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യണതാണ്. സ്കാനറൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് ഇപ്പം മറ്റേ QR കോഡൊക്കെ സ്കാൻ ചെയ്യുമ്പം നമ്മളെന്താ ചെയ്യുന്നത്, ഒരു ക്യാമറ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക ചെയ്യണത് അല്ലേ. അപ്പം ഇതാണ് ഇൻപുട്ട് ഡിവൈസ്. ഇപ്പോൾ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ പുറത്തുനിന്ന് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന രണ്ട് എക്സ്റ്റേണൽ കോണ്ടെക്സ്റ്റാണ് അപ്പോൾ സിസ്റ്റത്തിലുള്ള ഇൻപുട്ടും ഔട്ട്പുട്ടും. ഈ ഇൻപുട്ട് എന്ന് പറയുന്ന ഡാറ്റ എടുക്കാനും ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഡാറ്റ പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഇൻപുട്ടിൽ നിന്ന് ഡാറ്റ ആക്സെപ്റ്റ് ചെയ്ത് അതിനെ സിസ്റ്റത്തിന് മനസ്സിലാവുന്ന ബൈനറി ഫോമിലാക്കി കൺവേർട്ട് ചെയ്തിട്ട് ആണ് എന്ത് ചെയ്യണത്, സിസ്റ്റത്തിൽ ബാക്കി ഓപ്പറേഷൻസിന് വേണ്ടി സപ്ലൈ ചെയ്യണത്. അപ്പം നമുക്കറിയുന്ന കുറച്ച് കീബോർഡ്സും മൗസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, മൗസ് തന്നെ പലതരം മൗസ് ഉണ്ട്, കീബോർഡ് പലതരം കീബോർഡുകളുണ്ട്. ഓക്കെ, ഇനിയുള്ളത് മെമ്മറി യൂണിറ്റ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പം നമ്മളെന്താ ചെയ്യുക, നമ്മൾ ഇതുവരെ പോയത് എങ്ങനെയാണ് എന്നുള്ളൊരു ഓർമ്മയിലാണ് ചെയ്യുക. ഇപ്പോൾ ഒരു യാത്ര ചെയ്യണമെങ്കിൽ ബസ്സിൽ പോകാമല്ലോ, അതല്ലെങ്കിൽ ട്രെയിനിൽ പോകാമല്ലോ അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഓർമ്മയിലുള്ളതാണ്. മോഡ് ഓഫ് കൺവേയൻസ്, എങ്ങനെ ഞാൻ പോവും. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് വരുമ്പം ഉടനെ നമ്മളെ മനസ്സിലേക്ക് ബസ്, കാറ്, ജീപ്പ്, ട്രെയിൻ സാധനങ്ങളൊക്കെ വരും. അപ്പോൾ അതവിടെ ഉള്ളതും കൊണ്ട്, ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെച്ചതും കൊണ്ടാണ് ഇത് നടക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് കമ്പ്യൂട്ടറിലും എന്ത് വേണം, ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു സ്ഥലം വേണം. ആ സ്റ്റോർ ചെയ്ത് വെച്ച സ്ഥലത്ത് നിന്ന് എടുത്തിട്ടാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇൻപുട്ടിൽ നിന്ന് പോകുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം. ആ സ്റ്റോർ ചെയ്ത് വെച്ച സ്ഥലത്ത് നിന്ന് എടുത്തിട്ടാണ് അതിനെന്ത് ചെയ്യുള്ളൂ, പ്രോസസ്സ് ചെയ്യുള്ളൂ. അപ്പം മെമ്മറി എന്ന് പറയുന്നതിന് നമുക്ക് രണ്ട് രീതിയിൽ നമ്മൾ മെമ്മറീനെ പറയും. ഇവിടെ ഒന്ന് പ്രൈമറി ആയിട്ടും ഒന്ന് സെക്കൻഡറി ആയിട്ടും. അപ്പോൾ ബേസിക് ഫങ്ഷൻ എന്താ, അതിൻ്റെ സ്റ്റോർ ഡേറ്റ എന്നുള്ളതാണ്. ഡാറ്റ ആൻഡ് പ്രോഗ്രാം എന്നിവിടെ പറയുന്നുണ്ട്. പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് വരാം. ഈ ഡാറ്റാസിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസാണ് പ്രോഗ്രാംസ്. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റേനെ ഇപ്പം നമ്മൾ തൽക്കാലം നമുക്ക് ഈ ഡാറ്റേനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു സ്ഥലമാണ് മെമ്മറി യൂണിറ്റ്. ഇനി ഈ ഡാറ്റേനെ എങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യാം, പ്രൈമറി സ്റ്റോറേജും സെക്കൻഡറി സ്റ്റോറേജും ഒക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രൈമറി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ രണ്ട് എക്സാമ്പിൾ ഇവിടെ പറയുന്നത് റാം, റോം, ക്യാഷ് ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഡയറക്റ്റ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസസ്സ് ചെയ്യുന്ന ഒരാൾ അതിനകത്ത് ഉണ്ടാവുമല്ലോ. പ്രോസസ്സ് ചെയ്യുന്ന ആൾ വേഗം തിരയണത് എവിടെയാണ്, ഡാറ്റ ഉണ്ടോ എന്ന് നോക്കുന്നത് ഈ പ്രൈമറി സെക്ഷൻ ഓഫ് മെമ്മറിയിലാണ്. ഇപ്പോൾ ഒരു പ്രോസസ്സ് ചെയ്യാൻ വന്നു, അഡീഷൻ വന്നു, ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്ട്രക്ഷൻ വന്നു. അപ്പോൾ ഉടനെ എന്ത് ചെയ്യും, പ്രോസസ്സർ എന്ന് പറയുന്ന യൂണിറ്റ് പ്രൈമറി മെമ്മറി പോയി തിരയും, എന്തിനെ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ആഡ് ചെയ്യാൻ വേണ്ട ഇൻപുട്ട് ഡാറ്റ അവിടെ കിട്ടിയിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ പ്രൈമറി മെമ്മറിയിൽ പോകണം അല്ലേ. അപ്പോൾ പ്രൈമറി മെമ്മറിയിൽ റാം ഉണ്ട്, റോം ഉണ്ട്. റാം ഇസ് റാൻഡം ആക്സസ് മെമ്മറി. ഈ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റീഡ് റൈറ്റ് മെമ്മറി. ഓക്കെ, അതിൻ്റെ അകത്തേക്ക് ഡാറ്റ നമുക്ക് റൈറ്റ് ചെയ്യുകയും ചെയ്യാം, അതിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. ഈ രണ്ട് ഓപ്പറേഷനും ഒരുമിച്ച് നടക്കുന്ന മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്ന റീഡ് റൈറ്റ് മെമ്മറി. ഓക്കെ, അപ്പം അതിനകത്തേക്ക് ഡാറ്റ റാൻഡംലി ഒരു ലൊക്കേഷനിൽ നിന്ന് ആക്സസ് ചെയ്യാം. പിന്നെ പറയണത് റോമാണ്, റീഡ് ഓൺലി മെമ്മറി. അപ്പോൾ ഒരു ഡാറ്റ എടുക്കുക കൊടുക്കുക എന്ന് പറയുന്ന ആ ആക്സസ് എന്ന് പറയുന്ന ഒരു സെൻസിൽ റാമും റോമും ആരാണ്, റാൻഡം ആക്സസ്സാണ്. അതിന് വേണ്ട അത്യാവശ്യമുള്ള ഏത് ലൊക്കേഷനിലാണെങ്കിലും അതിന് ഡാറ്റേനെ ആക്സസ് ചെയ്യാം. ഓക്കെ, പക്ഷേ റാം എന്താണ്, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ളൊരു മെമ്മറിയാണ്. പക്ഷേ റോമോ റീഡ് ഓൺലി മെമ്മറിയാണ്. അതിൻ്റെ അകത്ത് നിന്ന് ഡാറ്റ നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം അതിനകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അവിടുന്ന് ഡാറ്റ നമുക്ക് റീഡ് ചെയ്തെടുക്കാം. ഓക്കെ, പണ്ട് നമുക്ക് വീഡിയോ കാസറ്റ്സ് അല്ലെങ്കിൽ ടേപ്പ് ചെയ്ത് വെച്ച ടേപ്പിൽ റെക്കോർഡ് ചെയ്ത സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ച് നമ്മൾ റീഡ് ചെയ്യുക ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെ
2 പ്രൈമറി മെമ്മറി ഉണ്ട്, പ്ലസ് അതിൻ്റെ കൂടെ ഒരാളുണ്ട് ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, CACHE. അപ്പോൾ ഇവർ രണ്ടാളും, അതായത് റീഡ് റൈറ്റ് മെമ്മറി ഓർ റാം പിന്നെ റോം, ഇത് രണ്ടും അല്ലാതെ ഇവർക്കൊരു പെർട്ടിക്കുലർ സ്പീഡ് ഓഫ് ഫങ്ഷനിങ് ഉണ്ട്, അവർക്കൊരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയിലാണ് അവർ വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആലോചിച്ച്, നിങ്ങളൊരു സാധനം സെലക്ട് ചെയ്തിട്ട് അത് സെലക്റ്റഡ് ആവുന്നത് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് എന്താവും, നമുക്ക് യു വിൽ ബി ഡിസ്റ്റർബ്ഡ് അല്ലേ? അപ്പോൾ സ്പീഡ് വേണം. ഈ റാം റോം എന്നൊക്കെ പറയുന്ന ആൾക്കാർ കുറച്ച് സൈസ് കൂടുതലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു വലിയ റൂമും ഒരു ചെറിയ റൂമും വെച്ചിട്ട്, വലിയ റൂമിൽ ഒരു സാധനം സെർച്ച് ചെയ്യുന്നതും ചെറിയ റൂമിൽ ഒരു സാധനം സെർച്ച് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അപ്പോൾ ഈ സെർച്ചിങ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ കുറച്ചും കൂടെ ഫാസ്റ്റ് ആവും കൂടി ചെയ്താലോ? അങ്ങനത്തെ ഒരു സ്റ്റോറേജാണ് ക്യാഷ് എന്ന് പറയുന്ന ആൾ. ഓക്കെ, അപ്പം ഈ റാമിന്ന് എന്ത് ചെയ്യും, ക്യാഷിലേക്ക് കുറച്ച് ഡാറ്റ എടുത്തിടും. ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ ചെറിയൊരു മെമ്മറിയാണ്, പക്ഷേ ഹൈ സ്പീഡ് മെമ്മറിയാണ്. ക്യാഷിൻ്റെ വേറൊരു പ്രശ്നം, ക്യാഷ് നല്ല കോസ്റ്റ്ലിയാണ്. റാമും റോമും ഒരു മോഡറേറ്റ് കോസ്റ്റിലുള്ള ആൾക്കാരാണ്, പക്ഷേ ഇവർക്ക് സൈസ് കൂടുതലാവുമ്പം അതിന് സ്പീഡ് കുറയുന്നുണ്ട്. പക്ഷേ ക്യാഷിന് സൈസ് കുറവാണ്, സ്പീഡ് കൂടുതലാണ്, പൈസ കൂടുതലാണ്. അപ്പോൾ നമ്മൾ റാമിന്ന് പ്രോസസ്സർ വേഗം പ്രോസസ്സ് ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റാമിന്ന് വേഗം ഡാറ്റ കിട്ടിയാലേ പ്രോസസ്സറിന് വേഗം പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റാമിന്ന് കുറച്ച് ഡാറ്റ എടുത്തിട്ട് ക്യാഷ് മെമ്മറിയിലേക്ക് ഇടും. അപ്പോൾ ഇങ്ങനത്തെ മൂന്ന് പ്രൈമറി മെമ്മറികളാണ് നമുക്കുള്ളത്. ഈ പ്രൈമറി മെമ്മറികളിൽ റീഡ് റൈറ്റ് മെമ്മറിക്കും ക്യാഷിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് വോളറ്റൈലാണെന്ന് പറയും. വോളറ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലൈ വരുന്ന സമയത്ത് മാത്രമേ ഇതിൽ ഡാറ്റ നിൽക്കുകയുള്ളൂ. റാമിലൊക്കെ പിന്നെ വോളറ്റാലിറ്റി എന്ന് പറയുന്നതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടി വേറെ കുറേ ടെക്നിക്സൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. ബേസിക്കലി നിങ്ങളിപ്പം ഫണ്ടമെൻ്റൽസ് പഠിക്കുമ്പോൾ റാം ആൻഡ് ക്യാഷ് ആർ വോളറ്റൈൽ മെമ്മറി ബിക്കോസ് ഇറ്റ് ക്യാൻ സ്റ്റോർ ദി ഡാറ്റ ഓൺലി ആസ് ലോങ് ആസ് ഇറ്റ് ഹാസ് ദി പവർ, ഇറ്റ് ഗെറ്റ്സ് ദി പവർ. ഓക്കെ, പവർ ഓഫ് ചെയ്താൽ ഇതിലുള്ള ഡാറ്റ പോവുകയും ചെയ്യും. പക്ഷേ റോമിൽ നമുക്ക് നേരത്തെ പ്രോഗ്രാം ചെയ്ത് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, പ്രോഗ്രാം ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുക, അങ്ങനെയാണ് പറയുക. ഓക്കെ, അപ്പോൾ റോം എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രൈമറി മെമ്മറികൾ കിട്ടി. ഇനിയുള്ളത് സെക്കൻഡറി മെമ്മറി. ഓക്കെ, സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് ഇവിടെ HDD ഹാർഡ് ഡിസ്ക്, അതേപോലെ SSD ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ സെക്കൻഡറി മെമ്മറി എന്ന് പറയുക, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ്. അപ്പം ഇതിലാണ് നമുക്ക് എന്ത് വരിക, ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് പറഞ്ഞില്ലേ. ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് പറയുന്നത് കുറേ ഡിസ്കുകളുടെ ഒരു സെറ്റാണ്. അപ്പോൾ ഇതിൽ എത്ര ഡിസ്കുകൾ ഒരുമിച്ച് കൊള്ളിക്കാം എന്നുള്ളതാണ് അതിൻ്റെ കപ്പാസിറ്റി. ആ കൊള്ളിക്കുന്നതിൻ്റെ അതും ഇറ്റ്സ് എൻ അതർ ലെവൽ ഓഫ് ഇൻറ്റഗ്രേഷൻ. ഓക്കെ, ആ കൊള്ളിക്കുന്നത് എത്രത്തോളം നമുക്ക് ഒരുപാട് ഡിസ്കുകൾ എത്ര കോമ്പാക്റ്റ് ആയിട്ട് കൊള്ളിക്കാം എന്നുള്ളതാണ് ഹാർഡ് ഡിസ്കിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഈ കൊള്ളിക്കാൻ പറ്റുന്ന അളവ് എന്താവും, ഒരു 10 ഡിസ്കിനെ അട്ടിക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4-5 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ലാപ്ടോപ്പിൽ വെക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പം നമ്മൾ അവിടെയൊക്കെ എന്ത് ചെയ്തു, ടെക്നോളജി മാറി വന്നപ്പോൾ ഓരോന്നിൻ്റെ സൈസുകൾ കുറഞ്ഞു, ഇൻറ്റഗ്രേഷൻ ലെവൽ കൂടി. ഓക്കെ, അപ്പോൾ ഇതിൽ പക്ഷേ എന്താ, ഒരു ഡിസ്കിൽ ഇത്ര ഡാറ്റ കൊള്ളുമെങ്കിൽ അങ്ങനത്തെ ഒരു 10 ഡിസ്ക് ഉണ്ടെങ്കിൽ അത്രയും ഡാറ്റ കൊണ്ടില്ലേ. അപ്പോൾ സെക്കൻഡറി സ്റ്റോറേജ് പറഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ട് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻസാണ് സെക്കൻഡറി സ്റ്റോറേജ്. ഇതേ സാധനത്തിലാണ് ഈ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിലാണ് നമ്മൾ പറയുന്ന CD-കൾ, ഫ്ലാഷ് മെമ്മറികൾ, ഇങ്ങനത്തെ കുറേ സാധനങ്ങളിൽ തമ്പൊക്കെ അല്ലേ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ പറയുന്നത് സെക്കൻഡറി സ്റ്റോറേജിലാണ്. എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഇതൊക്കെ വരുന്നത് എവിടെയാണ്, സെക്കൻഡറി സ്റ്റോറേജിൽ. അപ്പോൾ ഇത് പല തരത്തിലുള്ള സ്റ്റോറേജുകൾ സെക്കൻഡറി ഉണ്ട്. ഇതിന് സൈസ് പ്രൈമറി സ്റ്റോറേജിലെ റാമിനും ഒക്കെ റോമിനും ഒക്കെ പറയുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് സെക്കൻഡറി സ്റ്റോറേജ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതാണ് മെമ്മറി യൂണിറ്റ്. മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റേനെ സ്റ്റോർ ചെയ്ത് വെച്ച് സിസ്റ്റത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് മെമ്മറി യൂണിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് മെമ്മറി യൂണിറ്റിൽ എന്താ, 2 തരം മെമ്മറികളുണ്ട്, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ,
അപ്പോൾ ഇയാളാണ് ഡാറ്റേനെ സ്റ്റോർ ചെയ്യുക. ഡാറ്റ റിപ്പോസിറ്ററി എന്ന് പറയുന്ന ആളാണ് മെമ്മറി യൂണിറ്റ്. ഇയാൾ ഇൻപുട്ടിൽ നിന്ന് ഡാറ്റ എടുക്കുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇനി മെമ്മറി യൂണിറ്റിൽ നിന്ന് നമുക്ക് ഈ കിട്ടുന്ന ഡാറ്റേനെ എന്ത് ചെയ്യണം? പ്രോസസ്സ് ചെയ്യണം. നിങ്ങൾ ഇൻപുട്ടിൽ നിന്ന് 1ഉം 2ഉം കൊടുത്ത് പ്ലസ് എന്ന് പറഞ്ഞ സൈനും കൊടുത്തു എന്ന് വിചാരിച്ചോ. A = B + C എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് ബിക്കും സിക്കും 1ഉം 2ഉം കൊടുത്തു. ഇനി എന്താ വേണ്ടത്? ഇതൊക്കെ അവിടെ പോയിട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി എന്ത് കിട്ടണം? 1ഉം 2ഉം കൊടുത്താൽ നമുക്ക് 3 ഉത്തരം കിട്ടണ്ടേ? ആ ചെയ്യുന്ന ആളാരാണ്? അതാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്ന ആൾ. ഇയാൾ ഒരാളല്ല, ഇയാളുള്ളിൽ വേറെയും കുറേ ആൾക്കാരുണ്ട്. അതിലൊന്നാണ് അരിത്മാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ അരിത്മാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ആരാളെ? 2 ആളാണ് അവിടെ. ഒന്ന് അരിത്മാറ്റിക് സെക്ഷൻ ചെയ്യാനുള്ളതും ഒന്ന് ലോജിക് സെക്ഷൻ ചെയ്യാനുള്ളതും. ഓക്കെ, അരിത്മാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളെ ആഡ്, സബ്ട്രാക്റ്റ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യൽ. ലോജിക് എന്ന് പറഞ്ഞാൽ എന്തായി? ട്രൂ ഫോൾസ് ചെക്ക് ചെയ്യുക അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ട്രൂ ഫോൾസ് ചെക്ക് ചെയ്യാൻ നമുക്ക് പവറാണ് യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിക് സിഗ്നൽസ് ആണ്, ബൈനറി എന്നൊക്കെ പറഞ്ഞില്ലേ? 0 ഉണ്ട് 1 ഉണ്ട്. ട്രൂ ആണെങ്കിൽ 1 ആയിരിക്കും, ഫോൾസ് ആണെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അടുത്തൊരു ഓപ്പറേഷനും കൂടി ചെയ്യാം, കമ്പാരിസൺ. ഇതിങ്ങനെയാണോ? ആണ്. ഇതങ്ങനെയാണോ? ആണ്. ഇതും അതും കൂടെ ഇങ്ങനെയാണോ? ആണ്. അല്ല എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇത് കമ്പയർ ചെയ്യുക. അപ്പം ഈ ഓപ്പറേഷൻസ്, അരിത്മാറ്റിക് ഓപ്പറേഷൻസും ലോജിക് ഓപ്പറേഷൻസും കമ്പാരിസണും ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തുണ്ട്? CPU-ൽ ALU ഉണ്ട്. അപ്പോൾ ALU-ലേക്ക് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ പോകുന്നു. അത് സബ്ട്രാക്ഷനാണോ, മൾട്ടിപ്ലിക്കേഷനാണോ, ഡിവിഷനാണോ, അഡീഷനാണോ എന്നുള്ളതിനനുസരിച്ച് ALU പ്രോസസ്സ് ചെയ്തോളും. ലോജിക് ഓപ്പറേഷനൊക്കെ നമുക്ക് പറയാം, സമയമുണ്ട്. പിന്നെ ഉള്ളത്, ഇതിപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഡാറ്റ എടുക്കണം. ഏത് ഡാറ്റ? കുറേ ഡാറ്റ ഉണ്ടാവും അല്ലേ? ഈ സമയത്ത് ഏത് ഡാറ്റേനെയാണ് എടുക്കേണ്ടത്? അഡീഷൻ ആണെങ്കിൽ എങ്ങനെയാണ് അഡീഷൻ പെർഫോം ചെയ്യേണ്ടത്? എത്ര സമയം കൊണ്ട് ചെയ്യണം? അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെ വർക്ക് ചെയ്യണം? ഇതൊക്കെ കൺട്രോൾ ചെയ്യണ്ടേ? ആ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇവിടെ CPU-ന് ഒരു കൺട്രോൾ യൂണിറ്റും ഉണ്ട്. ഈ കൺട്രോൾ യൂണിറ്റാണ് ഏത് ഓർഡറിൽ നമ്മളെ ഈ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം എന്ന് പറയാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം? എന്ത് ഓപ്പറേഷനാണെന്ന് വേണ്ടതെന്നുള്ളത് ഫെച്ച് ചെയ്തെടുക്കണം. എവിടെ നിന്നാണ് ഫെച്ച് ചെയ്യുക? ഡാറ്റ നമ്മളതുള്ളത് മെമ്മറിയിലല്ലേ? അപ്പം അവിടെ നിന്ന് മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യണം. അത് കൺട്രോൾ ചെയ്യാറാ കൺട്രോൾ യൂണിറ്റാണ്. ഇന്ന സ്ഥലത്ത് നിന്ന് ഫെച്ച് ചെയ്യണം എന്ന് പറയാം, കൺട്രോൾ യൂണിറ്റാണ്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കൺട്രോൾ യൂണിറ്റ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട്, കൺട്രോൾ സിഗ്നൽസ് ആയിട്ട് കൊടുക്കും. പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫെച്ച് ചെയ്തു. അത് എന്ത് ഇൻസ്ട്രക്ഷനാണെന്ന് അറിയണ്ടേ? അപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ടാവും, A = B + C എന്ന് പറയുന്നതാണ് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ എങ്കിൽ അത് കിട്ടി, അതെടുത്തു കഴിഞ്ഞാൽ നോക്കണ്ടേ A = B - C ആണെങ്കിലോ അല്ലേ? അപ്പം അതിൽ ഏതൊക്കെ ഡാറ്റ ഉണ്ട്, അതിൻ്റെ അകത്ത് എന്തോ ഓപ്പറേഷൻ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കണ്ടേ? ഡീകോഡിങ്. ഒരു കോഡിന് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ എടുത്തിട്ട് അതിനെ ഡീകോഡ് ചെയ്യുക, മനസ്സിലാക്കാം. ഓക്കെ, അത് കൺട്രോൾ യൂണിറ്റിൻ്റെ പണിയാണ്. പിന്നെ എന്ത് ചെയ്യും? ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ ഇനി ഈ ഓപ്പറേഷൻ ചെയ്യാനുള്ള കൺട്രോൾ സിഗ്നൽസും കൂടെ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് കൺട്രോൾ യൂണിറ്റിൻ്റെ പണി. മൊത്തം ആക്ടിവിറ്റീനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് കൺട്രോൾ യൂണിറ്റ് ചെയ്യുക. പിന്നെ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരും കൂടെ നമ്മളെ CPU-ൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മൾ മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞില്ലേ? മെമ്മറി യൂണിറ്റ് ആരായിരുന്നു? ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ച ആൾക്കാരായിരുന്നു. ഈ മെമ്മറി യൂണിറ്റിൽ നിന്ന് ഡാറ്റ എടുത്ത് നമ്മളിപ്പോൾ ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷിലിട്ട്, ക്യാഷിൽ നിന്ന് ഡാറ്റ പ്രോസസ്സറിലേക്ക് എടുത്ത് CPU-ലേക്ക് എടുത്ത്, CPU-ലെ ALU-ലെടുത്ത് അത് പ്രോസസ്സ് ചെയ്ത് ഇങ്ങനെയാണ് ഓപ്പറേഷൻ പോണത് അല്ലേ? ഇതിൻ്റെ കൂടെയൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ CPU ഉണ്ടല്ലോ, അപ്പോൾ പ്രോസസ്സ് ചെയ്യേണ്ട ഡാറ്റേനെ അതിൻ്റെ ഉള്ളിൽ സേവ് ചെയ്ത് വയ്ക്കും. ഓക്കെ, നമ്മളൊരു ഗോഡൗൺ ഉണ്ടെങ്കിൽ ആ ഗോഡൗണിന്ന് വർക്കിംഗ് സൈറ്റിലേക്ക് കുറച്ച് ഡാറ്റ കൊണ്ടുവയ്ക്കൂലേ അപ്പോൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അപ്പോൾ ഓരോന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ CPU-ൻ്റെ ഉള്ളിൽ രജിസ്റ്റേഴ്സ് ഉണ്ട്. ഈ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താ? സ്റ്റോറേജാണ്. അത് കുറച്ചും കൂടെ നമ്മൾ പറഞ്ഞ റാമിനേക്കാളും ക്യാഷിനേക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റസ്റ്റാണ്. ഈ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ജനറൽ പേർപ്പസ് എന്നൊരു സാധനങ്ങൾ കേട്ടോ. ജനറൽ പേർപ്പസ്, സ്പെഷ്യൽ പേർപ്പസ് എന്ന് പറഞ്ഞ 2 ടൈപ്പ് രജിസ്റ്റേഴ്സും ഉണ്ട്.
ഓക്കെ, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിൻ്റെ കൂടെ ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ജനറൽ പേർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പം പ്രോഗ്രാമേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന തരം രജിസ്റ്റേഴ്സാണ് ജനറൽ പേർപ്പസ് രജിസ്റ്റേഴ്സ്. സ്പെഷ്യൽ പേർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള ഓപ്പറേഷന് ഈ കൺട്രോൾ യൂണിറ്റും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സസ് ചെയ്ത് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ആക്ടിവിറ്റീസ് നടത്താനും സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് സ്പെഷ്യൽ പേർപ്പസ് രജിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇൻപുട്ട് യൂണിറ്റിൽ നിന്ന് ഡാറ്റ എടുത്തു, അതിനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തു, മെമ്മറിയിൽ നിന്ന് പ്രോസസ്സറിലേക്ക് കൊടുത്തു, പ്രോസസ്സറിൽ നിന്ന് CPU കൊടുത്തു. അങ്ങനെ CPU-ലെത്തിയപ്പോൾ നമുക്ക് എന്തായി, CPU-ൽ 3 സെക്ഷനായിട്ട് കിടക്കുകയാണ്. ഒന്ന് അരിത്മാറ്റിക് പ്രോസസ്സിങ്ങിനുള്ള, ലോജിക് പ്രോസസ്സിങ്ങിനുള്ള, കമ്പാരിസണിനൊക്കെ ഉള്ള ഒരു ALU എന്ന് പറയുന്നൊരു സെക്ഷൻ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറയുന്ന എല്ലാ ഓപ്പറേഷനും കൺട്രോൾ ചെയ്യാനൊരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. ഇനി അപ്പം ALU-ൽ നടക്കുന്ന ഓപ്പറേഷനുകളുടെ ഡാറ്റ കൊടുക്കാൻ വേണ്ടി രജിസ്റ്റേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻപുട്ടായി, മെമ്മറിയായി, പ്രോസസ്സറായി. പ്രോസസ്സറിലെത്തിക്കഴിഞ്ഞാൽ പണി കഴിഞ്ഞിട്ടുണ്ടാവേ. ആ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് വേണം, റിസൾട്ട് വേണം. 1 2 കൊടുത്തില്ലേ, 1 2 കൊടുത്തൊരു കൂട്ടലും കൂടി കൊടുത്തില്ലേ, അപ്പോൾ 3 കിട്ടണ്ടേ. 3 കിട്ടിയാൽ നമുക്ക് മനസ്സിലാവണ്ടേ, അതിനാണ് നമുക്ക് ഔട്ട്പുട്ട് യൂണിറ്റ്. അപ്പം ഈ മെമ്മറിയിലുള്ള ഡാറ്റ ഇപ്പോൾ എങ്ങനെയായിരിക്കും, പ്രോസസ്സ് ചെയ്ത് വരുന്ന ഡാറ്റ എങ്ങനെയായിരിക്കും CPU-ന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ ബൈനറി പോലെ ആയിരിക്കും. അവിടുന്ന് നമ്മൾ കാണുന്ന സ്ക്രീനിലേക്ക് അതിനെ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് ഔട്ട്പുട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ മോണിറ്റർ എന്നൊക്കെ പറയുന്ന ഈ ഔട്ട്പുട്ട് യൂണിറ്റിൻ്റെ ബാക്കിലും നമ്മൾ ഇൻപുട്ടിൽ നിന്ന് പോയപ്പം ഒരു കൺവേർഷൻ നടന്നല്ലോ, അതേപോലെ ഒരു കൺവേർഷൻ നടക്കും. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് യൂണിറ്റാണ് നമുക്ക് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ റിസൾട്ട് തരുന്നത്, നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തരുന്നത്. അതിനാണ് മോണിറ്റേഴ്സ് ഉള്ളത്, പ്രിൻ്റർ ഉള്ളത്, സ്പീക്കർ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ മോണിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സോഫ്റ്റ് കോപ്പി ഓഫ് ഔട്ട്പുട്ട് അല്ലേ, അപ്പം മോണിറ്ററിൽ നമുക്ക് കാണാം എന്നുള്ള പോലെ. പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാർഡ് കോപ്പി ആയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കാം. സ്പീക്കർ എന്ന് പറഞ്ഞാൽ സൗണ്ട് കിട്ടാനുള്ള ഒരു ഔട്ട്പുട്ട് യൂണിറ്റ്. ഇതൊന്നും അല്ലാതെ ഇഷ്ടം പോലെ ഇനി ഇൻപുട്ട് യൂണിറ്റും ഔട്ട്പുട്ട് യൂണിറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ബേസിക് ആയിട്ടുള്ളൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്ന സാധനമാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി ആ പടം ഒന്നും കൂടെ നോക്കാം. ഇപ്പോൾ ഈ പടത്തിൽ നമ്മളെ കയ്യിൽ ഇതാ ഇൻപുട്ട് ഉണ്ട്. ഇൻപുട്ടിൽ നിന്ന് ഒരു ആദ്യത്തെ ബ്ലൂ കാണുന്ന ഇൻപുട്ട്, ആ ഇൻപുട്ടിൽ നിന്ന് നമ്മുടെ അരിത്മാറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്ന ഈ CPU-ൻ്റെ ഉള്ളിലേക്ക് പോകുന്നൊരു സ്ഥാനത്തിലേക്കാണ് വർക്ക് ചെയ്യണത്. ഇവിടുന്ന് അരിത്മാറ്റിക് ലോജിക് യൂണിറ്റിലേക്ക് പോയി, അരിത്മാറ്റിക് ലോജിക് യൂണിറ്റിൽ നിന്ന് എന്ത് ചെയ്തു, മെമ്മറി യൂണിറ്റിലേക്ക് ഒരു തപ്പലിർത്തി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, കൺട്രോൾ യൂണിറ്റ് ഈ സമയത്തൊക്കെ എന്ത് ചെയ്യുക, ഇതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. മെമ്മറി യൂണിറ്റിൽ നിന്ന് അവിടെ നിന്നും പോയി കൺട്രോൾ യൂണിറ്റിലേക്ക്, കൺട്രോൾ യൂണിറ്റ് മെമ്മറി യൂണിറ്റിനെ കൺട്രോൾ ചെയ്തു. ഓക്കെ, ഇനി അരിത്മാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്ന ആൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ടില്ലേ, അതും മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്തു. എന്നിട്ട് അവസാനം എന്ത് ചെയ്തു, ഔട്ട്പുട്ട് നമുക്ക് തന്നു. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർ ഡാറ്റ എടുക്കുന്നു, അതിന് സിസ്റ്റത്തിന് മനസ്സിലാവുന്ന ബൈനറി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ആ കൺവേർട്ട് ചെയ്തതിനെ CPU-ലേക്ക് കൊടുക്കുന്നു. CPU-ൽ ഉള്ള 3 ആൾക്കാരും ഫങ്ഷൻ ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്യുന്നു. ആ പ്രോസസ്സ് ചെയ്ത ഔട്ട്പുട്ട് നമുക്ക് ഔട്ട്പുട്ട് യൂണിറ്റ് കൂടെ പുറത്തേക്ക് തരുന്നു. ഇതാണ് ബേസിക് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. ഒന്ന്, വാട്ട് ഡു യു മീൻ ബൈ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. പിന്നെ രണ്ടാമത്തത്, വാട്ട് ആർ രജിസ്റ്റേഴ്സ്. പിന്നെ ഡിഫറെൻറ്റ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസിനെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ പേര് മാത്രം എഴുതി വെച്ചിട്ട് കൊണ്ടുവരണ്ട. ഓരോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ ഒരു 1-2 ലൈനിൽ അതെന്താ, അതെങ്ങനെയാണെന്നുള്ളത് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനും കൂടെ കൊണ്ടുവരാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എനിക്കൊരു നോട്ട് വേണം. ആ നോട്ടിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസേഴ്സ് ക്ലാസ് തുടങ്ങുമ്പോൾ എഴുതി കൊണ്ടുവരണം. എന്നിട്ട് കാണിക്കണം, സൈൻ ചെയ്യണം കേട്ടോ. ഓക്കെ.